Audio Jungle. Audio Jungle. ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 3 അതിന്റെ ആൻസർ റിവീലിംഗ് എപ്പിസോഡാണിത്. ഞാൻ ഇന്നലെ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കേരളത്തിലെ ഒരു സ്ഥലപ്പേരും മത്തായി 3-ാം അധ്യായത്തിൽ കാണുന്ന ഒരു ഉപകരണത്തിന്റെ പേരും ഒന്നാണ്. അതുപോലെ ഒരു ആയുധവും കേരളത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരും ഒന്നാണ്. ഉത്തരം ഇതാണ്. ആദ്യത്തേത് തുരുത്തി. മത്തായി 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലാണുള്ളത്. കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ് തുരുത്തി. അതുപോലെ രണ്ടാമത്തെ പാർട്ടിന്റെ ഉത്തരം കോടാലി. മത്തായി 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലാണുള്ളത്. തൃശൂർ ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് കോടാലി. ഓക്കെ. ചോദ്യം 2 ഇതായിരുന്നു: ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ വാസസ്ഥലങ്ങളിൽ പാർക്കും. ആരുടെ? യാഫേത്ത്, ഷേമിന്റെ. അതാണ് ഉത്തരം. ഉൽപ്പത്തി 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിലാണ് ഉത്തരവുള്ളത്. ഓക്കെ. ചോദ്യം 3: ഒരു വ്യക്തിയുടെ മൂത്ത പുത്രന്റെ പേരും ഒരു കൂട്ടരുടെ അതിരും ഒന്നാണ്. എന്താണത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം സീദോൻ. ഉൽപ്പത്തി 10-ാം അധ്യായം 15-19 വാക്യങ്ങളിലാണ് ഉത്തരവുള്ളത്. കാനാന്റെ മൂത്ത മകനാണ് സീദോൻ. അതുപോലെ കനാന്യരുടെ അതിര് സീദോൻ. ക്വസ്റ്റ്യൻ 4: ഒരു വീട്ടുപകരണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വാസസ്ഥലം ഏത്? അതിന്റെ ഉത്തരം മേശ. ഉൽപ്പത്തി 10-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലാണ് ഉത്തരവുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതായിരുന്നു: സ്വർഗം തുറന്നത് എപ്പോൾ? അതിന്റെ ആൻസർ ഇതാണ്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ. മത്തായി 3-ാം അധ്യായം 16-ാം വാക്യം. അപ്പൊ ഇതാണ് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളെ കാത്ത ഒത്തിരി സമ്മാനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോ ബാക്കിയുള്ളവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇനി ഒരുപാട് അവസരങ്ങളുണ്ട്. ഇനി അടുത്ത ചോദ്യം അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ നിങ്ങളും ബൈബിൾ വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. പോർഷൻ ഇതാണ്: ഉൽപ്പത്തി 13 മുതൽ 16 വരെ, മത്തായി 4-ാം അധ്യായം. അപ്പൊ നല്ലപോലെ ബൈബിൾ വായിക്കുക, റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.